കൂത്താട്ടുകുളം നഗരത്തിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള മെയിന്റനൻസ് വർക്ക് ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സെൻട്രൽ ജംഗ്ഷനിലെ സിഗ്നൽ ഐലൻഡിൽ പുതുതായി സ്ഥാപിച്ച പോസ്റ്റിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചു. മാർക്കറ്റ് റോഡിൽ നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സിഗ്നൽ കാണും വിധമാണ് പുതിയ സിഗ്നൽ ലൈറ്റ് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ട പരിശോധനയിൽ സിഗ്നൽ ലൈറ്റുകളിൽ പലതും കേടുവന്നതായി കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ കേടുവന്ന ലൈറ്റുകളുടെ LED പാനലുകൾ കരാറുകാർ മാറ്റി സ്ഥാപിച്ചു. വരും ദിവസങ്ങളിൽ കൺട്രോൾ യൂണിറ്റ് പ്രോഗ്രാമിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് സിഗ്നൽ ലൈറ്റുകൾ പൂർണ്ണമായും പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് സിഗ്നൽ ലൈറ്റുകളുടെ കരാറെടുത്തിരിക്കുന്ന ഐറിസ് കമ്പനി അധികൃതർ പറയുന്നത്. കഴിഞ്ഞ മാസം ലാസ്റ്റോടുകൂടി നമ്മളെ ട്രാഫിക് സിഗ്നലിന്റെ പരിഷ്കരണം ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ലാസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് മെയിൻ്റനൻസ് ഒക്കെ നടത്തി. കൂടാതെ നമ്മൾ ഒരു പുതിയ പോസ്റ്റ് സ്ഥാപിക്കുകയും അതിനോടനുബന്ധിച്ച് അത് ലൈറ്റ് വെച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ള വർക്ക് നമുക്ക് ഈ കാലാവസ്ഥ പ്രശ്നം മൂലം നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റിലെ ലൈറ്റുകളെല്ലാം നമുക്ക് ഒന്നുകൂടെ വർക്ക് ചെയ്യാത്ത ലൈറ്റുകളെല്ലാം ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കാനുണ്ട്. അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ മെയിൻ ടെക്നീഷ്യൻ വന്നിട്ട് ഇത് പ്രോഗ്രാം ചെയ്ത് നമ്മൾ സിഗ്നൽ പ്രവർത്തിപ്പിക്കുന്നതാണ്. ടൗണിലെ വാഹനത്തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ നന്നാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചത്. ലൈറ്റുകൾ പ്രവർത്തനക്ഷമം ആക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം അവസാനം എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐറിസ് കമ്പനിയുടെ ടെക്നിക്കൽ ടീമെത്തി നിലവിലെ ട്രാഫിക് സിഗ്നൽ കൺട്രോൾ യൂണിറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പരിശോധിച്ചിരുന്നു. ആദ്യഘട്ട പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകളാണ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂത്താട്ടുകുളം നഗരത്തിലൂടെ കടന്നുപോകുന്ന MC റോഡ് നവീകരണത്തോടനുബന്ധിച്ചാണ് സെൻട്രൽ കവലയിൽ 8 വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ടൗണിൽ ബ്ലോക്ക് വർദ്ധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച മാസങ്ങൾക്കു ശേഷം ലൈറ്റുകൾ ഓഫ് ചെയ്യുകയായിരുന്നു. ഇടയ്ക്ക് പലപ്പോഴും ട്രാഫിക് ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രാദേശിക ഇടപെടലിനെ തുടർന്ന് വീണ്ടും ലൈറ്റുകൾ എന്നേക്കുമായി വിശ്രമത്തിലാവുകയായിരുന്നു. ഇതോടെ ടൗണിനുള്ളിൽ വാഹനാപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാത്ത സാഹചര്യത്തിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉള്ളത്. ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. ട്രാഫിക് സിഗ്നൽ പൂർണ്ണക്ഷമതയിൽ എത്തും വരെ ബ്ലിങ്കർ സിസ്റ്റത്തിൽ ലൈറ്റുകൾ മുന്നറിയിപ്പ് നൽകും. മീഡിയ കവല ഭാഗത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ഭാഗത്തും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. ടൗണിലെ സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം പൂർണ്ണസജ്ജമായതിനു ശേഷം മീഡിയ കവലയിൽ വേണ്ട ക്രമീകരണങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടത്തും. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നതെന്ന്. എനിക്കിതൊരിക്കലും ഒരു നഷ്ടമല്ല, എന്റെ ഉത്തരവാദിത്തമാണ്. ഫീസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ്. അന്ന് കണ്ണു നിറഞ്ഞു നിന്ന എന്റെ കൈകളിലേക്ക് ഫീസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മോളൊരു ഡോക്ടറാകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത്, പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും. അതല്ലേ മോളെ യഥാർത്ഥ ആതിരസവൻ എന്ന് പറയുന്നത്? അതാവണം. നന്മയ്ക്കായി നാടിനൊപ്പം അച്ചായൻസ് ഗോൾഡ്.